ഗോവിന്ദനോട് കാര്യം മനസ്സിലാക്കണം, വായടക്കുന്നതാണ് നല്ലത്. ഞാൻ സഹ CH കണാരന്റെയും AKGയുടെ EMS കാലത്ത് പാർട്ടി വന്ന ആളാണ്. കൊച്ചാക്കല്ലേ കൊച്ചാക്കി കൊച്ചാക്കിയതേ ഇവിടെ നിൽക്കണേ. ഗോവിന്ദനൊന്നും അന്ന് പാർട്ടിയിലില്ല, വളരെ ജൂനിയറാണ്. എന്നെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇന്ന് വരെ ഗോവിന്ദനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു. അവസാനം കൊത്തി പുറത്ത് കയറി കൊത്തുകാണ്. ഒരു കാര്യമില്ല എന്നെ പറ്റി പറയാൻ. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. എന്താണ് തല്ലാമല്ല ഉദ്ദേശം? പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ? ഞാൻ വർഗവഞ്ചകനാണ്, നിങ്ങളാണ് വർഗവഞ്ചകൻ. വർഗത്തെ ആരാണോ വഞ്ചിക്കുന്നത് അവരാണ്. ഞാൻ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടില്ല, ഞാൻ കൃഷിക്കാരെ വഞ്ചിച്ചു. അവർക്ക് വേണ്ടിയാണ് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങ വാ പറയട്ടെ. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. ഞാനൊരു പാർട്ടിയിൽ ചേർന്നിട്ട് പോലുമില്ല. കോൺഗ്രസിന്റെ ചളിക്കുണ്ടിൽ വീണമെന്ന് വേറെ പോലും പറഞ്ഞു. ഞാനൊരു ചളിക്കുണ്ടിലും വീണില്ല, ഞാനൊരിടത്തും പോയില്ല. സാരമില്ല ബാനു, അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. കോൺഗ്രസ് ചളിക്കുണ്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും DMK അടങ്ങുന്ന മുന്നണിയിലല്ലേ CPM ഉം CPI യും? രണ്ടും 4 പാർലമെന്റ് സീറ്റ് കിട്ടത് കോൺഗ്രസിന്റെ പിന്തുണയോടെ അല്ലേ? രാജസ്ഥാനിൽ ഒരു സീറ്റ് കിട്ടത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അല്ലേ? പറ. ഇത് ഞാൻ സമ്മതിക്കില്ല. കേരളത്തിൽ നിന്ന് ആകെ ഒരു സീറ്റാണ് കിട്ടിയത്, സ്വന്തം ശക്തി. ആർക്കും എന്നെ തടുക്കാനാവില്ല. അങ്ങനെ ഒറ്റ സീറ്റിലേക്ക് ഈ പാർട്ടിയെ കേരളത്തിൽ എത്തിച്ച ഈ ഗോവിന്ദന് നാണമില്ലേ സംസാരിക്കാൻ? എന്നാലിക്ക് എന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാളി. കേരളത്തിൽ എത്തിച്ച ഈ ഗോവിന്ദന് നാണമില്ലേ സംസാരിക്കാൻ? ആ സ്ഥാനം രാജിവെച്ച് നോക്കണം. നിങ്ങൾ എന്തിനാണ് ഇതിന്റെ മേലിൽ ഞാൻ കടക്കരുവിനെ പോലെ കൂങ്ങി കിടക്കുന്നത്? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. ഞാൻ പോവാണ്. ബാബുരാജ്, എന്താണത്? എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. പാർട്ടിയെ പറ്റി അറിയാവുന്ന പരിചയമുള്ള എല്ലാവരും, ഞാൻ അപേക്ഷയൊന്നും കൊടുത്തില്ലല്ലോ എന്നെ എടുക്കണമെന്ന്. ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ LDF-ലും ഇല്ല, UDF-ലും ഇല്ല. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഞാൻ LDF-ലും ഇല്ല, UDF-ലും ഇല്ല. പക്ഷേ മുഖ്യമന്ത്രി സതീശന്റെ നല്ല കാര്യങ്ങൾക്ക് ഞാൻ നിയമസഭയിൽ വോട്ട് ചെയ്യും. ഗോവിന്ദന്റെ പാർട്ടിക്ക് അവിടെ ശക്തമായ പ്രതിപക്ഷമില്ല. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിലപ്പോഴേ വരുവുള്ളൂ സഭയിൽ. അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആണ്, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് പകരം സംസാരിക്കേണ്ട ബാലഗോപാലൻ മുഖ്യമന്ത്രിയെ ശകാരിച്ച് സംസാരിച്ചത് നിങ്ങൾ കേട്ടില്ലേ നിയമസഭയ്ക്കകത്ത്? ഒരു അബദ്ധം പറ്റിപ്പോയി പുള്ളിക്ക് ചില വാക്കുകൾ, അതുകൊണ്ട് ആള് മോശമല്ല. മിസ്റ്റർ ഗോവിന്ദൻ, ഇതാണോ തൊഴിലാളി വർഗ സംസ്കാരം? ഇതാണോ കർഷക സംസ്കാരം? നിങ്ങളുടെ കൂട്ടുകാരും തൊഴിലാളി വർഗത്തെയും കൃഷിക്കാരെയും നിയമസഭയിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. 10-66 വർഷം പാർട്ടിയിൽ പാരമ്പര്യമുള്ള പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന PV മെമ്പറായ, 2 തവണ മുഖ്യമന്ത്രിയായ തന്റെ 3 നേതാവിനെ പറ്റി മുൻനിരയിൽ വന്നിരുന്നുകൊണ്ട് മൈക്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ബാലഗോപാലിന്റെ നടപടി എടുക്കണ്ടേ? എടുത്തോ? എന്റെ മോനങ്ങനെ ചെയ്തില്ല സാറേ. പിന്നെ അവര് കുറച്ച് ബുദ്ധി കൂടി പോയി. അതിന് ഈ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയുന്ന അവന് വട്ടാന്ന്. അപ്പോൾ നിങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ആ വർഗപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. നിങ്ങൾ വർഗത്തെ വഞ്ചിച്ചു ഗോവിന്ദൻ. എത്ര കാലം അവിടെ ഇരിക്കാൻ പറ്റും? നിങ്ങളുടെ കീഴിൽ പഞ്ചായത്തിലെ സീറ്റ് ഒരുപാട് പോയി. നിങ്ങളുടെ കീഴിൽ ജില്ലാ പഞ്ചായത്തിൽ ആലപ്പുഴയിൽ 2 സീറ്റ് ഉണ്ടായിരുന്ന UDF-ന് ഇപ്പോൾ 8 സീറ്റായി. ബ്ലോക്കിൽ മഹാഭൂരിപക്ഷവും ആലപ്പുഴ UDF പിടിച്ചു. പാർലമെന്റിൽ അവർ ജയിച്ചു. അസംബ്ലിയിൽ 1 സീറ്റ് ഉണ്ടായിരുന്ന UDF-ന് ഇപ്പോൾ 6 സീറ്റ്. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ശരിക്കും ജമ്മിയല്ലേ? നിങ്ങൾ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്ര ദയനീയമായ പരാജയം പാർലമെന്റിലും നിയമസഭയിലും പഞ്ചായത്തിലും. ആലപ്പുഴ മുനിസിപ്പാലിറ്റി പോയി, കായംകുളം മുനിസിപ്പാലിറ്റി പോയി, ട്രിവാൻഡ്രം കോർപ്പറേഷൻ പോയി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിങ്ങൾ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. നാണമില്ലെങ്കിൽ രാജിവെച്ച് പോകണം, ആ സ്ഥാനത്തൊന്ന് മാറിക്കോണം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ചേട്ടാ അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.